ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. എല്ലാവരോടും ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങി പോവുകയാണ് ആദി. അമൃത ആദിയുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അമൃതയെ ചീത്ത പറഞ്ഞ് ആദി അവിടെ നിന്ന് പോവുകയാണ്. അച്ഛാ, നമുക്ക് ആദിയേട്ടൻ്റെ പിന്നാലെ പോയാലോ എന്ന് അഖില ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, അതൊന്നും വേണ്ട, അവൻ്റെ ദേഷ്യം കുറയുമ്പോൾ അവനിങ്ങ് താനെ വന്നോളും. അതേസമയം സന്തോഷത്തോടെ നിൽക്കുകയാണ് സുരഭിയും ഐശ്വര്യയും. കണ്ടോ മോളെ, ഞാൻ വന്നു കയറിയതിൻ്റെ മിടുക്കെന്ന് സുരഭി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇത് മമ്മിയുടെ മിടുക്കൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ മിടുക്കാണ്. ഞാനല്ലേ അങ്ങനെ പ്ലാൻ ഉണ്ടാക്കിയത്. ഇനി എന്താണെങ്കിലും അഖിലും ആദിയും ശത്രുക്കളായിരിക്കും. ഈ കുടുംബത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ആണിക്കല്ല് ഇളകി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കലക്ക വെള്ളത്തില് വമ്പൻ സ്രാവിനെയാ പിടിക്കാൻ പോകുന്നു. മമ്മി എൻ്റെ ഒപ്പം നിന്നാൽ മാത്രം മതിയെന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്തിനും ഞാനുണ്ടാകുമെന്ന് സുരഭിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ബാങ്കിൽ നിന്നുള്ള ആളുകൾ അശ്വതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് കാണുന്ന വനജ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അത് പിന്നെ ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വന്നത്, ജപ്തി നോട്ടീസ് ഒട്ടിക്കാനാണ് വന്നതെന്നൊക്കെ ബാങ്കുകാർ പറയുമ്പോൾ വനജ പറയുകയാണ്, ഞങ്ങൾ അല്പം കൂടി സാവകാശം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതൊന്നും നടക്കില്ല. ഞങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്താ അതൊന്നും കണ്ടില്ലേ? ഞങ്ങൾ ഈ നോട്ടീസ് ഒട്ടിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളെന്ന് അവർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതിയും അമ്മയും. ജപ്തി നോട്ടീസ് ഒട്ടിക്കല്ലെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ബാങ്കുകാർ ജപ്തി നോട്ടീസ് അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് ഒരാഴ്ച സമയമുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ 15 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കുകയാണെങ്കിൽ ജപ്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാം. ഇല്ലെങ്കിൽ ജപ്തി നടന്നിരിക്കുമെന്ന് പറഞ്ഞ് ബാങ്കുകാർ അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്ന് താഴേക്ക് വീഴാൻ പോവുകയാണ് വനജ. പെട്ടെന്ന് തന്നെ അശ്വതി വനജയെ അവിടെ താങ്ങി പിടിച്ചിരുത്തുന്നു. തുടർന്ന് അശ്വതി പറയുകയാണ്, അമ്മേ, ഉടൻ തന്നെ ജപ്തി നടപടികൾ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് കേൾക്കുന്ന വനജ പറയുകയാണ്, ആ ജയേഷ് സഹായിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ നിനക്കതിനൊന്നും താല്പര്യമില്ലല്ലോ. അതെന്നെ വിവാഹം കഴിക്കാനുള്ള തന്ത്രമാമേ, അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് അശ്വതി പറയുമ്പോൾ പിന്നല്ലാതെ ആരെങ്കിലും വെറുതെ ഇത്രയും പണം തരുമോ എന്ന് വനജ ചോദിക്കുന്നു. ശരി, നിനക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ 15 ലക്ഷം രൂപ അത് നീ തന്നെ സംഘടിപ്പിക്കണം. അതമ്മേ, ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ വനജ പറയുകയാണ്, നിന്റെ എല്ലാമെല്ലാമായ അരുണുണ്ടല്ലോ, അവനോട് ചെന്ന് ചോദിക്ക്. അമ്മേ, അതൊന്നും ശരിയാകില്ലെന്ന് അശ്വതി പറയുമ്പോൾ വനജ ചോദിക്കുകയാണ്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അരുണല്ലേ? അരുണിൻ്റെയും നിന്റെയും കുഞ്ഞല്ലേ ശ്രീകുട്ടി? അപ്പോൾ നിന്റെയും നിന്റെ മോളെയും രക്ഷിക്കേണ്ട കടമയും അവനുള്ളതാ. ഇനി എന്താണെങ്കിലും വേറെ വഴിയില്ല മോളെ. ഒന്നെങ്കിൽ നീ അരുണിനോട് പണം ചോദിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ജയേഷ് 15 ലക്ഷം രൂപ തരും. അതവൻ എനിക്ക് തന്ന വാക്കാ. അങ്ങനെ അവൻ ആ പണം തരികയാണെങ്കിൽ ആ നിമിഷം നിന്റെ കഴുത്തിലുള്ള ഈ താലി നീ പൊട്ടിച്ചെറിയണം. എന്നിട്ട് ജയേഷ് നിന്റെ കഴുത്തിൽ മിന്നുകെട്ടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ നിന്റെ അമ്മ ഇവിടെ തൂങ്ങി നിൽക്കുന്നത് നിനക്ക് കാണാം. നിനക്ക് കുറച്ച് ദിവസം കൂടിയേ സമയമുള്ളെന്ന് പറഞ്ഞ് വനജ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അകത്തേക്ക് പോകുന്നു. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. നേരം രാത്രിയാകുന്നു. ആദി വഴക്കിട്ട് പോയ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അമൃത. അതേസമയം അഖിലും ശ്യാമയും ചെന്ന് അമൃതയെ സമാധാനപ്പെടുത്തുകയാണ്. ഏട്ടത്തി, ഏട്ടൻ എവിടേക്കും പോകില്ല. ഏട്ടൻ ഉടനെ തന്നെ വരികയും ചെയ്യും. അമൃതേട്ടത്തിയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ എന്ന് അഖില ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, അഖിയും ശ്യാമയും ആരെയും ഒരിക്കലും ചതിക്കില്ലെന്ന് എനിക്കുറപ്പാണ്. മതി, എനിക്ക് അമൃതേട്ടത്തിലെ ആ വിശ്വാസം മാത്രം മതിയെന്ന് അഖില പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ആദിയേട്ടൻ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ്, ആദിയേട്ടൻ പിണങ്ങിപ്പോയതിലല്ല എനിക്ക് വിഷമം. നിങ്ങൾ രണ്ടുപേരെയും ഇത്രയും സ്നേഹിച്ചിട്ടും ആദിയേട്ടൻ തെറ്റിദ്ധരിച്ചില്ലേ? തുടർന്ന് അഖിലും ശ്യാമയും കൂടി അമൃതയെ സമാധാനപ്പെടുത്തുകയാണ്. ആദിയേട്ടൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടു വരാമെന്ന് അഖില പറയുമ്പോൾ ഞാൻ ആദിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് ശ്യാമയും പറയുന്നു. അങ്ങനെ ശ്യാമ ആദിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ആദി ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് അമൃതയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ആദിയും തിരക്കി ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ ഇരിക്കുന്ന അമൃതയെയും ആദിയെ തേടി നടക്കുന്ന അഖിലിനെയും ശ്യാമയെയുമാണ്. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ആദിയുടെ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് കാണുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആദി അതിൽ മയങ്ങുന്നതാണ് രണ്ടുപേരും കാണുന്നത്. അതിനുശേഷം ശ്യാമ ഗ്ലാസ്സിൽ തട്ടുമ്പോൾ ആദി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആദിയോട് തിരിച്ചു വരാൻ അഖിലും ശ്യാമയും പറയുമ്പോൾ എന്നെ വേണ്ടാത്തവരുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ലെന്ന് ആദി പറയുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, ആദിയേട്ടാ, അഖിൽ സാറല്ല എന്താണെങ്കിലും ഇത് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. അത് ഞങ്ങൾ ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ആദ്യേട്ടൻ അമൃതേട്ടത്തി ഓർത്തെങ്കിലും വീട്ടിലേക്ക് വരണം. ആദ്യേട്ടൻ്റെ അനിയത്തിയായിട്ട് എന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ആദ്യേട്ടൻ്റെ അനിയത്തിയുടെ അഭ്യർത്ഥനയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് ശ്യാമ പറയുമ്പോൾ വിഷമത്തോടെ ശ്യാമയെ നോക്കുകയാണ് ആദി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.